الحمد لله رب العالمين نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ഏറ്റവും ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, കാരുണ്യവാനായ അർഹമുർ റഹീമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർത്തുകൊണ്ട് ധാരാളം നന്മകൾ ചെയ്തിട്ട് നമ്മുടെ ജീവിതം അമലുസ്വാലിഹാത്തുകൾ കൊണ്ട് ധന്യമാക്കണം എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പരിശുദ്ധനായ റബ്ബ് നാം ഏവരെയും രണ്ട് ലോകത്തും വിജയികളായി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ നാട്, ഇന്ത്യ മഹാരാജ്യം 79ാമത് സ്വാതന്ത്ര്യ ദിനം കൊണ്ടാടുകയാണ്. ഈ സന്ദർഭത്തിൽ അല്ലാഹുവിൻ്റെ പള്ളിയിൽ റബ്ബിന് മാത്രം സുജൂദ് ചെയ്യാൻ, ആരാധനകൾ നിർവഹിക്കാൻ വേണ്ടി പടുത്തുയർത്തപ്പെട്ട മഹനീയമായിട്ടുള്ള ഈ പള്ളിയിൽ ജുമുഅ എന്ന് പറയുന്ന അതിപ്രധാനമായിട്ടുള്ള ഇബാദത്തിന്
ഒരുമിച്ച് കൂടിയിട്ടുള്ള വിശ്വാസികൾ എന്നുള്ള നിലക്ക് നമ്മൾ ചില കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യദിനം ഗംഭീരമായിട്ട് നാടൊട്ടുക്കും ആഘോഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ നാടിൻ്റെ പൗരന്മാരായിട്ട് ജീവിച്ച് വന്നിട്ടുള്ള വരുന്ന പല ആളുകൾക്കും വലിയ ദുരിതങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. വലിയ പ്രയാസങ്ങൾ അവർ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ആസാമിലും അതുപോലെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഫാസിസ്റ്റ് ഗവൺമെൻറ്റുകൾ അതിക്രൂരമായിട്ടുള്ള ബുൾഡോസർ രാജ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിസ്സാരമായ കാര്യങ്ങൾ വലിയ കുറ്റമായിട്ട് ചുമത്തി പൗരത്വം എടുത്തുമാറ്റി താമസിച്ചു കൊണ്ടിരിക്കുന്ന, അന്തിയുറങ്ങിക്കൊണ്ടിരിക്കുന്ന വീടുകൾ ബുൾഡോസർ ഉപയോഗിച്ചുകൊണ്ട് നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. എത്രയോ ആളുകളുടെ പൗരത്വം എടുത്തു കളയുക, അങ്ങനെ കിരാതമായിട്ടുള്ള നടപടികളുമായിക്കൊണ്ട് നമ്മുടെ രാജ്യത്തെ ഗവൺമെൻറ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആരുടെ പൗരത്വമാണ് എടുത്തു മാറ്റിക്കൊണ്ടിരിക്കുന്നത്? ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്തിട്ടുള്ള മഹാരഥന്മാരായിട്ടുള്ള ധീരദേശാഭിമാനികളുടെ മക്കളും അതുപോലെ തന്നെ കുടുംബാംഗങ്ങളും ഉൾപ്പെടുന്ന അങ്ങനെയുള്ളവരുടെയൊക്കെ പൗരത്വം നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമീപകാലത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് കൊണ്ടുവന്നിട്ടുള്ള ഒരു സംഗതി നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു കാണും. അതായത് ഓരോ മണ്ഡലങ്ങളിലും ആയിരക്കണക്കിന് കള്ളവോട്ടുകൾ ചേർത്ത് അങ്ങനെയാണ് ഇന്ന് അധികാരത്തിലിരിക്കുന്ന ഫാസിസ്റ്റ് ശക്തികൾ അധികാരത്തിലേറിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഏതായിരുന്നാലും മുസ്ലിം എന്നുള്ള നിലക്ക്, ഈമാനുള്ള മനുഷ്യർ എന്നുള്ള നിലക്ക്, സഹോദരങ്ങളെ, ഇന്ത്യ രാജ്യത്ത് ഇന്ത്യൻ മുസൽമാന്മാർ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിർവഹിച്ചിട്ടുള്ള ത്യാഗങ്ങളും അതുപോലെ യാതനകളും മുസ്ലിം സമൂഹം പോലും കൃത്യമായി മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ചരിത്രം പഠിപ്പിക്കുന്നത് 1857 ഒന്നാമത്തെ സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എന്നുള്ളതാണ്. സത്യത്തിൽ ചരിത്രം കൃത്യമായി പരിശോധിച്ചാൽ അന്നല്ല, അതിനെത്രയോ മുമ്പ് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നിട്ടുണ്ട് എന്ന് കാണാനായിട്ട് കഴിയും. 1498 മെയ് 20 കാപ്പാട് വാസ്കോ ഡ ഗാമ എന്ന് പറയുന്ന പോർച്ചുഗീസ് കപ്പിത്താൻ കാലുകുത്തിയ അന്ന് മുതൽ അങ്ങനെയുള്ള അധിനിവേശ ശക്തികൾക്കെതിരെ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുസ്ലിം സമുദായം പോരാടിയിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. പോർച്ചുഗീസുകാരൻ നടത്തിയിട്ടുള്ള കോളനിവൽക്കരണ ശ്രമം അതിനെ അന്നു മുതൽ തന്നെ ചെറുത്തു തോൽപ്പിക്കുവാൻ വേണ്ടി ഇന്ത്യയിലെ മുസൽമാന്മാർ മറ്റുള്ള സമുദായങ്ങളോടൊപ്പം ഒരുമിച്ചുകൊണ്ട്, ഒറ്റക്കല്ല, വർഗീയമായിട്ടല്ല, മറിച്ച് ഈ നാടിനെ സ്നേഹിക്കുന്ന നന്മയുള്ള മനുഷ്യരെ ചേർത്ത് പിടിച്ച് ഒരുമിച്ച് ഒന്നിച്ച് പോരാടുകയുണ്ടായി. കുഞ്ഞാലി മരക്കാരുടെ ചരിത്രം നിങ്ങൾ കേട്ടിട്ടില്ലേ? ആ പോർച്ചുഗീസ് കപ്പിത്താനായിട്ടുള്ള വാസ്കോ ഡ ഗാമയുടെ ആ അധിനിവേശം ആക്രമണം ഇന്ത്യയിൽ കാലുകുത്തിയപ്പോൾ അന്ന് മുതൽ നമുക്കറിയാം മാപ്പിളപ്പട എന്ന് പറഞ്ഞിട്ട് ഒരു പട തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ കുഞ്ഞാലി മരക്കാരുടെ നേതൃത്വത്തിൽ സാമൂതിരി രാജാവിൻ്റെ പിന്തുണയോടുകൂടെ അന്ന് ശക്തമായിട്ടുള്ള ഒരു പോരാട്ടം തന്നെ നിർവഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. രാജാവിൻ്റെ, ഈ നാട് ഭരിക്കുന്ന രാജാവിൻ്റെ പിന്തുണയോടുകൂടെ എല്ലാ സമുദായങ്ങളും എല്ലാ ജനവിഭാഗങ്ങളും ഒരുമിച്ചുകൊണ്ട്, പക്ഷേ അതിൻ്റെ മുൻനിരയിൽ കുഞ്ഞാലി മരക്കാർ എന്ന് പറയുന്ന മുസൽമാൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ പ്രിയമുള്ളവരെ, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ഇത് ഒരു ചരിത്രമല്ല, ധാരാളം ചരിത്രങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ അവരുടെ ആധിപത്യം തുടങ്ങുന്നതിനെ അതിശക്തമായിട്ട് എതിർത്ത് മുന്നോട്ട് പോയിട്ടുള്ള
മഹാരഥനായിട്ടുള്ള ഒരു ഭരണകർത്താവായിരുന്നു ടിപ്പു സുൽത്താൻ. ആ കാലഘട്ടത്തിൽ ഇന്ത്യ മഹാരാജ്യത്ത് 500-ലേറെ നാട്ടുരാജാക്കന്മാരുണ്ടായിരുന്നു. ആ 500-ലധികം വരുന്ന നാട്ടുരാജാക്കന്മാരിൽ ഒരേ ഒരു രാജാവാണ്, ഒരേ ഒരു ഭരണകർത്താവാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോട് നേരിട്ടേറ്റുമുട്ടി രക്തസാക്ഷിത്വം വരിച്ചിട്ടുള്ളത്. അത് അങ്ങനെ ഷഹീദായിട്ടുള്ളത് ടിപ്പു സുൽത്താൻ എന്ന് പറയുന്ന ഭരണകർത്താവായിരുന്നു. അപ്പോൾ ഇന്ത്യ മഹാരാജ്യത്ത് ഇങ്ങനെയുള്ള മുസൽമാന്മാർ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരുപാട് പോരാട്ടങ്ങൾ നടത്തിയിട്ടുണ്ട്. ബംഗാളിലെ സിറാജുദ്ദൗള എന്ന പേരിൽ അറിയപ്പെടുന്ന നവാബ് അതിശക്തമായിട്ടുള്ള പോരാട്ടമാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നടത്തിയിട്ടുള്ളത്. പക്ഷേ അദ്ദേഹത്തെ വഞ്ചനയിലൂടെ ആ സൈന്യം കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. ഇന്ത്യൻ മുസ്ലിങ്ങൾ നിർവഹിച്ച സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ അത് വളരെയധികം ഒരുപാട് സംഭവ ചരിത്രങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. രാജ്യത്തിൻ്റെ പരമാധികാരം വെല്ലുവിളിച്ചിട്ടുള്ള ശക്തികൾക്കെതിരെ, ഈ രാജ്യത്തിൻ്റെ ജനങ്ങളെ ഭിന്നിപ്പിക്കുവാൻ വന്നിട്ടുള്ള ആളുകൾക്കെതിരെ ശക്തമായി നിലനിന്നിട്ടുള്ള ഒരു സമുദായമാണ് മുസ്ലിം സമുദായം. ഈ രാജ്യത്തിൻ്റെ സമ്പത്ത് കൊള്ളയടിച്ച് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുള്ള വൈദേശിക ശക്തികൾക്കെതിരെ ഇന്ത്യൻ മുസൽമാന്മാർ എക്കാലത്തും രക്തം നൽകി, ജീവൻ നൽകി, ആത്മാർത്ഥമായിട്ട് നിലകൊണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് ചരിത്രങ്ങൾ പഠിപ്പിക്കുന്നത്. അത് മുസ്ലിങ്ങൾക്ക് ഒറ്റക്കായി എന്തെങ്കിലും നേടണം എന്നുള്ള ഒരു ചിന്താഗതിയോടുകൂടെയല്ല, മറിച്ച് ഈ രാജ്യത്തെ ഇവിടെയുള്ള ഭരണകർത്താക്കളുടെ കീഴിൽ അവരോടൊപ്പം നിന്നുകൊണ്ട്, ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി, അത് കുഞ്ഞാലിമരക്കാറാകട്ടെ, ടിപ്പു സുൽത്താനാകട്ടെ, ടിപ്പു സുൽത്താൻ എന്ന് പറയുന്ന ആ ഭരണകർത്താവിൻ്റെ കീഴിൽ അദ്ദേഹത്തിൻ്റെ സർവ്വസൈന്യാധിപൻ, അദ്ദേഹത്തിൻ്റെ സൈനിക നേതാവിൻ്റെ പേര് പൂർണ്ണയ്യ എന്ന് പറയുന്ന ഒരു ഹൈന്ദവനായിരുന്നു. എന്താണ് അതൊക്കെ പഠിപ്പിക്കുന്നത്? എല്ലാ സമുദായങ്ങളെയും ഒരുമിച്ച് നിർത്തി തോളോട് തോള് ചേർന്നുകൊണ്ട് ഈ നാടിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി, ഈ നാടിൻ്റെ നന്മക്ക് വേണ്ടി വൈദേശിക ആധിപത്യത്തിനെതിരെ നിലകൊള്ളുക, പോരാടുക എന്നുള്ളതാണ്. എന്തുകൊണ്ട് ഒരുപാട് ചരിത്രം, സയ്യിദ് അഹമ്മദ് ഷഹീദ് പോലെയുള്ള ഒരുപാട് ആളുകൾ നമുക്കറിയാം. ഇന്ത്യയുടെ സ്വതന്ത്ര ഇന്ത്യയുടെ ഒന്നാമത്തെ വിദ്യാഭ്യാസ മന്ത്രി, അദ്ദേഹത്തിൻ്റെ പേര് മൗലാന അബുൽ കലാം ആസാദ് എന്നുള്ളതാണ്. ഇമാമുൽ ഹിന്ദ് എന്ന പേരിൽ അറിയപ്പെടുന്ന, പരിശുദ്ധ ഖുർആനിൻ്റെ വ്യാഖ്യാനം എഴുതിയിട്ടുള്ള, തർജുമ നിർവഹിച്ചിട്ടുള്ള മഹാപണ്ഡിതൻ അദ്ദേഹം ഉൾപ്പെടെയുള്ള എത്രയോ ധീരദേശാഭിമാനികൾ. പക്ഷേ ഇന്ന് ചരിത്രം ഗവൺമെന്റ് തന്നെ അവഗണിക്കുകയും തിരുത്തി എഴുതുകയും ചെയ്യുന്നു. ഒരു ഭാഗത്ത് മുസ്ലിങ്ങൾ തന്നെ മുസ്ലിങ്ങളുടെ പങ്ക് മനസ്സിലാക്കാതെ മുന്നോട്ട് പോകുന്നു, മറുഭാഗത്തോ മുസ്ലിങ്ങളുടെയും അതുപോലെ തന്നെ ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ആളുകളുടെയും ത്യാഗങ്ങളും അതുപോലെ യാതനകളുമൊക്കെ ചരിത്രത്തിൽ നിന്ന് തുടച്ചു നീക്കാനുള്ള ഗംഭീര പ്രയത്നങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ടാണ് ആ കാലഘട്ടത്തിലൊക്കെ മുസ്ലിം സമൂഹം ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി ഇടപെട്ടു? അത് അവരുടെ ഈമാൻ, അവരുടെ വിശ്വാസം നൽകുന്ന ഒരാവേശമാണ്, ഒരു പ്രചോദനമാണ്. അവരുടെ ഈമാൻ പഠിപ്പിക്കുന്നത് ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ചുറ്റുപാടും താമസിക്കുന്ന ആളുകളുടെ സംരക്ഷണത്തിന് വേണ്ടി, അവർക്ക് സ്വതന്ത്രമായിട്ട് ജീവിക്കുവാനും അധ്വാനിക്കുവാനും കുടുംബം പോറ്റുവാനും അതിനുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകണം എന്നുള്ള ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത്, അതുകൊണ്ടാണ് ആത്മാർത്ഥമായിക്കൊണ്ട് ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി അയൽപ്പക്കത്ത് താമസിക്കുന്ന, മുന്നിലും പിന്നിലും തൻ്റെ വീടിൻ്റെ നാനാഭാഗത്ത് താമസിച്ചു കൊണ്ടിരിക്കുന്ന സഹജീവികളോടുള്ള സ്നേഹം, അതുകൊണ്ടൊക്കെയാണ് അവർ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് ആ കാലഘട്ടം മുതൽ തന്നെ സജീവമായി ഇടപെട്ടത് എന്നുള്ളത് നമുക്കറിയാൻ വേണ്ടി പറ്റും.
അക്രമത്തിനെതിരെ, അനീതിക്കെതിരെ, വൈദേശിക ആധിപത്യത്തിനെതിരെ അന്ന് മുതൽ നിലകൊള്ളാൻ അവർക്ക് ആവേശം നൽകിയിട്ടുള്ളത് ആ ഒരു ഈമാനായിരുന്നു, അവരുടെ ഒരു ആത്മാർത്ഥത, ഇഖ്ലാസ് എന്ന് പറയുന്ന സംഗതി. എത്രയോ ചരിത്രങ്ങളുണ്ട്. ബക്സാർ യുദ്ധം എന്ന് പറയുന്ന ചരിത്ര സംഭവം, ഷാ ആലം രണ്ടാമൻ, അതുപോലെ ഷുജാഉദ്ദൗല, അവരൊക്കെ സംയുക്തമായി കൊണ്ട് നേതൃത്വം കൊടുത്തിട്ടുള്ള പോരാട്ടങ്ങൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. പക്ഷേ ഇന്നത് ആളുകൾ വിസ്മരിച്ചു കൊണ്ടിരിക്കുന്നു. അതിനെ മനഃപൂർവ്വം അവഗണിച്ച് ജനങ്ങളുടെ മുമ്പാകെ കൊണ്ടുവരാതെ അങ്ങനെയുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ രാജ്യത്തിൻ്റെ സമ്പത്ത് കൊള്ളയടിക്കാൻ വന്നിട്ടുള്ള ബ്രിട്ടീഷുകാരും വൈദേശിക ശക്തികളും അവരോട് പോരാടാൻ എല്ലാ കാലഘട്ടത്തിലും മുസൽമാന്മാർ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. 1857 തന്നെ ഡൽഹിക്കടുത്തുള്ള രോഹിൽഗഡ് എന്ന് പറയുന്ന പ്രദേശത്ത് അവിടുത്തെ ഭരണാധികാരിയായിരുന്നു അമീർ ഖാൻ എന്ന് പറയുന്ന ഒരു മുസ്ലിം ഭരണാധികാരി. അദ്ദേഹം ഇവരോട് പോരാടുകയുണ്ടായി. ശിപായി ലഹള എന്നുള്ള പരിഹാസത്തോടുകൂടെ അങ്ങനെയുള്ള മുന്നേറ്റങ്ങളെ അവർ പരിഹസിച്ചുവെങ്കിലും ഒട്ടേറെ ആളുകൾ ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ആ കാലഘട്ടത്തിൽ നിലകൊണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ നോക്കൂ പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണ് ഇങ്ങനെ അവർക്ക് പ്രചോദനം നൽകാൻ കാരണമായത് എന്ന് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. ഇഖ്ലാസ് എന്ന് പറയുണ്ടായി, ആത്മാർത്ഥത. അതാണ് ഒരു മുസൽമാന് അനിവാര്യമായി ഉണ്ടാകേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഗുണം, ഇഖ്ലാസ്. അത് ഈ നാടിൻ്റെ നന്മക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ അയൽപ്പക്കത്ത് ജീവിക്കുന്ന ആളുകൾ, നമ്മുടെ മഹലിൽ താമസിക്കുന്ന ആളുകൾ, അവർ സ്വസ്ഥമായി ജീവിക്കണം, അവരുടെ നന്മക്ക് വേണ്ടി നമ്മൾ നിലകൊള്ളണം, അവരുടെ നന്മക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. അതാണ് അങ്ങനെ ഈ രാജ്യത്തിൻ്റെ നന്മക്ക് വേണ്ടി നിലകൊള്ളുക. അത് ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. പരിശുദ്ധ ഖുർആൻ ഇഖ്ലാസുമായി ബന്ധപ്പെട്ട് പറയുന്ന പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതാണ് ഓരോ മുസൽമാന്റെയും മനസ്സിൽ ഉണ്ടായിട്ടുള്ളത്. അല്ലാഹു തആല പറയാൻ പരിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തുകയാണ്, നിങ്ങൾ റബ്ബിനോട് പ്രാർത്ഥിക്കാറില്ലേ, അല്ലാഹുവിനോട് ദുആ ചെയ്യാറില്ലേ? അങ്ങനെ ദുആ ചെയ്യുമ്പോൾ ഫദ്ഊഹു മുഖ്ലിസീന ലഹുദ്ദീൻ, കീഴ്വണക്കം അവന് മാത്രമാക്കിക്കൊണ്ട് ആത്മാർത്ഥമായിട്ട് നിഷ്കപടമായിക്കൊണ്ട് കളങ്കമറ്റ മനസ്സുമായിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അതാണ് പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഗാഫിറിലെ 65-ാമത്തെ ആയത്തിൽ പഠിപ്പിക്കുന്നത്. നമ്മൾ ദുആ ചെയ്യാറുണ്ട്, ധാരാളമായി പ്രാർത്ഥിക്കാറുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ ഇഖ്ലാസോടുകൂടെയുള്ള പ്രാർത്ഥനയാണോ എന്ന് നമ്മൾ അടിവരയിട്ട് ആലോചിക്കേണ്ടതുണ്ട്. നിങ്ങൾ നോക്കൂ, ഇതൊരു വിശ്വാസിയുടെ പ്രാർത്ഥനാ സമയത്ത് അനിവാര്യമായും നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് മാത്രമല്ല, ലോകത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചിട്ടുള്ള അംബിയാ മുർസലീങ്ങൾ, അവരുടെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ അവരെ കുറിച്ച് ഖുർആൻ രേഖപ്പെടുത്തുന്നുണ്ട്. 19-ാം അധ്യായം സൂറത്തു മറിയം അതിന്റെ 51-ാമത്തെ ആയത്ത്, മഹാനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തെ കുറിച്ച് അല്ലാഹു തആല പറയുകയാണ്, വദ്കുർ ഫിൽ കിതാബി മൂസ, വേദഗ്രന്ഥത്തിൽ മൂസ അലൈഹിസ്സലാമയെ കുറിച്ച് നീ സ്മരിക്കുക, ഓർക്കുക. ഇന്നഹു കാന മുഖ്ലസൻ വകാന റസൂലൻ നബിയ്യ, ആത്മാർത്ഥതയുടെ ഇഖ്ലാസിന്റെ നിറകുടമായിരുന്നു മഹാനായിട്ടുള്ള മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. അദ്ദേഹം അല്ലാഹുവിന്റെ പ്രവാചകനാണ്, ദൈവദൂതനാണ്, അല്ലാഹുവിന്റെ റസൂലാൻ എന്ന് പറയുകയാണ്. മൂസാ നബിയെ കുറിച്ച് മാത്രമല്ല, മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം, അദ്ദേഹത്തെ കുറിച്ച് സൂറ യൂസുഫ് 12-ാം അധ്യായം അതിന്റെ 24-ാമത്തെ ആയത്തിൽ, ഇന്നഹു മിൻ ഇബാദിനൽ മുഖ്ലസീൻ, അദ്ദേഹം നമ്മുടെ ആത്മാർത്ഥതയുള്ള, നമ്മുടെ ഇഖ്ലാസുള്ള അടിമകളുടെ കൂട്ടത്തിൽപ്പെട്ടയാളായിരുന്നു എന്നുള്ളതാണ്.
സഹോദരങ്ങളെ, ആ ഒരു ആത്മാർത്ഥത ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുമ്പോൾ അവിടെ അവൻ ആത്മാർത്ഥതയുണ്ടാകണം. അവന് അള്ളാഹുവിന്റെ പള്ളിയിൽ വന്ന് സുജൂദ് ചെയ്യുമ്പോൾ ആ ഇഖ്ലാസ് ഉണ്ടാവണം. അവന് റബ്ബിലേക്ക് കൈകൾ ഉയർത്തി മനസ്സു തുറന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ ഇഖ്ലാസ് ഉണ്ടാവണം. അവന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി, അവരുടെ നന്മക്ക് വേണ്ടി, അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുമ്പോൾ, പ്രവർത്തിക്കുമ്പോൾ ആ ഇഖ്ലാസ് വേണം. അതാണ് ഇന്ത്യയുടെ മുസൽമാന്മാരുടെ മുൻഗാമികളായിട്ടുള്ള ധീരദേശാഭിമാനികളുടെ മനസ്സിൽ ആ ഒരു ഇഖ്ലാസാണ് ഉണ്ടായിരുന്നത്. അത് അവർ ഈ നാടിന്റെ നന്മക്ക്, ഈ ഇവിടെ വസിക്കുന്ന ജനങ്ങളുടെ നന്മക്ക് വേണ്ടി ഉള്ള പ്രവർത്തനം, അത് ഒരു വൃഥാപ്രവർത്തനമായിട്ടല്ല അവർ കണ്ടത്, അമലു സ്വാലിഹാത്തായിട്ട്, ഒരു പുണ്യപ്രവർത്തനമായിട്ട്. കാരണം എൻ്റെ അയൽപ്പക്കത്ത് താമസിക്കുന്ന ആള് അയാളുടെ സമ്പത്ത് കൊള്ളയടിച്ചുകൂടാ. ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി വന്നിട്ടുള്ള വൈദേശിക ശക്തി ഇദ്ദേഹത്തിന്റെ സമ്പത്ത് കൊള്ളയടിക്കുകയാണ്. അത് കണ്ടിട്ടും കാണാതെ കണ്ണടച്ചിരിക്കാൻ നമുക്ക് കഴിയില്ല, വിശ്വാസിക്ക് കഴിയില്ല. അതിനെതിരെ പൊരുതണം, അതിനെതിരെ പ്രവർത്തിക്കണം. ആ ഒരു ഇഖ്ലാസ് അതാണ് മുൻഗാമികൾക്കുണ്ടായിട്ടുള്ളത്. സഹോദരങ്ങളെ, മറ്റുള്ള സമുദായങ്ങളെക്കാൾ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഈ നാടിന്റെ നന്മക്ക് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുസ്ലിം സമുദായം പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, വില കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ജീവനാകട്ടെ, രക്തമാകട്ടെ, സമ്പത്താകട്ടെ അവർ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന് കാരണം ഇഖ്ലാസാണ്. പരിശുദ്ധ ഖുർആൻ 18-ാം അധ്യായം സൂറത്തുൽ കഹ്ഫ് അതിന്റെ 110-ാമത്തെ വചനത്തിൽ പറയുന്ന ഒരായത്തുണ്ടല്ലോ, എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഫമൻ കാന യർജൂ ലിഖാഅ റബ്ബി, ആര് തന്റെ റബ്ബിനെ കണ്ടുമുട്ടണം എന്നാഗ്രഹിക്കുന്നുവോ അവനെന്ത് ചെയ്യണം? ഫൽ യഅമൽ അമലൻ സ്വാലിഹാ, അവന് സൽക്കർമ്മം പ്രവർത്തിക്കണം. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ, റബ്ബിനുള്ള ഇബാദത്തിൽ ഒരാളെയും യാതൊന്നിനെയും പങ്കുചേർക്കാൻ പാടില്ല. അതാണ് കറകളഞ്ഞ അങ്ങേയറ്റത്തെ ഇഖ്ലാസോടുകൂടെ ഇബാദത്തുകൾ ചെയ്യണം എന്നുള്ളതാണ്. അല്ലാതെ പ്രവർത്തിച്ചാലോ, നമ്മൾ അയൽവാസികളുടെയും നാടിൻ്റെയും നന്മക്കൊക്കെ ഇഖ്ലാസില്ലാതെ പ്രവർത്തിച്ചാലോ, ഇഖ്ലാസില്ലാതെ സുജൂദ് ചെയ്താലോ, ജമാഅത്തിൽ പങ്കെടുത്താലോ, ഹജ്ജോ ഉംറയോ ചെയ്താലോ, എന്ത് കർമ്മം ചെയ്താലും അല്ലാഹു തആല സ്വീകരിക്കാനായിട്ട് പോകുന്നില്ല. പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി കൊണ്ട് രേഖപ്പെടുത്തുന്നു. 5-ാം അധ്യായം സൂറത്തുൽ മാഇദ 27-ാമത്തെ ആയത്തിൽ, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, അല്ലാഹു അമലുകൾ, പുണ്യ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുക തഖ്വയുള്ള ആളുകളിൽ നിന്നായിരിക്കും. സഹോദരങ്ങളെ, ആ ഒരു ഇഖ്ലാസ്, ഒരു ആത്മാർത്ഥത, ആ ഒരു തഖ്വ, റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആ ഒരു ഭയഭക്തി അത് നമുക്കുണ്ടാവണം. അങ്ങനെ അമലുകൾ ചെയ്യണം, അങ്ങനെ നാടിന്റെ നന്മക്ക് വേണ്ടി നമ്മൾ നിലകൊള്ളണം. സ്വർഗാവകാശികളെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തിയപ്പോ സൂറത്തുൽ ഇൻസാൻ അതിന്റെ 9-ാമത്തെ വചനത്തിൽ പറയുന്ന ഒരു വചനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പക്ഷേ അതിന്റെ ഗൗരവം കൊണ്ട് ആവർത്തിക്കുകയാണ്. എന്താണ് ആയത്ത്? ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹ് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ. സ്വർഗാവകാശികൾ നാളെ സ്വർഗത്തിന്റെ അഹിലുകാരാണ് എന്ന് വിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തിയിട്ടുള്ള ആ ആളുകൾ പാവപ്പെട്ട സാധുക്കളായ മനുഷ്യരുടെ വിശപ്പടക്കാൻ വേണ്ടി ഭക്ഷണം നൽകി. എന്നിട്ട് അവർ പ്രഖ്യാപിക്കുകയാണ്, ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹ്, ഞങ്ങള് ഭക്ഷണം നൽകുന്നത് റബ്ബിന്റെ പ്രതിഫലം മോഹിച്ചാണ്. അല്ലാഹുവിന്റെ ജല്ല ജലാലായിട്ടുള്ള ആ റബ്ബുൽ ഇസ്സത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി, അവന്റെ പ്രതിഫലം മാത്രം മോഹിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇത് നൽകുന്നത്. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ, നിങ്ങളിൽ നിന്ന് ഒരു പ്രതിഫലവും ഒരു നന്ദിയും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അതാണ് നമുക്കുണ്ടാവേണ്ടത്. അതായിരുന്നു മുൻഗാമികളായിട്ടുള്ള മഹാരഥന്മാരായിട്ടുള്ള ആളുകൾക്കുണ്ടായിരുന്നത്. അല്ലാഹു തആല അങ്ങനെയുള്ള അല്ലാഹു ഇഷ്ടപ്പെടുന്ന മനുഷ്യരായി ജീവിക്കുവാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.
അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി കമാ യുഹിബ്ബു റബ്ബുനാ ജല്ല വഅല. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് വഅൻഇം അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ധാരാളം നന്മകൾ ചെയ്ത് എല്ലാ തിന്മകളിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് നല്ല മനുഷ്യരായി ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഇന്ന് ഒട്ടേറെ കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനായിട്ടുണ്ട്. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഓഗസ്റ്റ് 15 ഷബാബ് പുടവ ഡേ ആയിട്ട് ആചരിക്കുകയാണ്. ഷബാബ് പുടവ എന്ന് പറയുന്നത് 2 പ്രസിദ്ധീകരണങ്ങളാണ്. മലയാളത്തിലുള്ള 2 ഇസ്ലാമിക പ്രസിദ്ധീകരണങ്ങളാണ്. അതെന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും സഹീഹായ തിരുസുന്നത്തിൻ്റെയും സന്ദേശങ്ങൾ ജനങ്ങൾക്ക് എഴുത്തിലൂടെ പ്രസിദ്ധീകരണം വഴി എത്തിക്കുന്ന പ്രബോധനത്തിനുള്ള ദഅവത്തിനുള്ള മാർഗങ്ങളാണ്. അപ്പോൾ അതിൻ്റെ പ്രചരണ ദിവസം എന്നുള്ള നിലക്ക് ഇവിടെ ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള സഹോദരങ്ങളോട് എനിക്ക് നൽകാനുള്ള സന്ദേശം, നിങ്ങൾ അതിൻ്റെ വരിക്കാരാവണം എന്നുള്ളതാണ്. അതിൻ്റെ വരിക്കാരാവുക എന്ന് പറഞ്ഞാൽ വലിയ തുകയൊന്നും ആവശ്യമില്ല. ഒരാഴ്ചയിൽ ഒരു വീട്ടിലേക്ക് ഇറച്ചി വാങ്ങാൻ, മാംസം വാങ്ങാൻ എത്ര രൂപയാവേണ്ടത്? അത്ര തന്നെ വരികയില്ല. ആ രൂപത്തിൽ കുറഞ്ഞ പണം. അപ്പോൾ നിങ്ങൾ സാധിക്കുന്ന പലരും പല പ്രദേശത്തും ഇതിൽ വരി ചേരാതെ പോകുന്നുണ്ട്. ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള അതിന് സാധിക്കുന്ന മുഴുവൻ ആളുകളും ചെറിയ തുക മതി, അതിൽ വരിക്കാരാവണം എന്നാണ് ഗൗരവമായി എനിക്ക് ഉണർത്തുവാനുള്ളത്. ഷബാബ് എന്ന് പറയുന്നത്, പുടവ എന്ന് പറയുന്നത് ഒട്ടേറെ ഇസ്ലാമിക കാര്യങ്ങൾ എഴുതി ലേഖനമായിട്ട് പ്രസിദ്ധീകരിക്കുന്ന 2 സംഗതികളാണ്. അത് നമ്മുടെ വീട്ടിൽ വരുത്തുക മാത്രമല്ല, അതിന് വായനക്കാരാവണം. ഞാൻ വായിക്കണം, നിങ്ങൾ വായിക്കണം, നമ്മുടെ കുടുംബാംഗങ്ങൾ വായിക്കണം. ഒട്ടേറെ അറിവുകൾ നിങ്ങൾ നോക്കൂ. പണ്ട് കാലത്തൊക്കെ പാതിരാ പ്രഭാഷണങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ന് പാതിരാ പ്രഭാഷണങ്ങളില്ല. പണ്ട് കാലത്ത് അങ്ങനെയുള്ള പ്രഭാഷണങ്ങൾ വഴിയും മറ്റുമൊക്കെ നമ്മുടെ ആളുകൾ ധാരാളം ദീനി വിജ്ഞാനങ്ങൾ കരസ്ഥമാക്കിയിരുന്നു. പണ്ടുകാലത്ത് മദ്രസ നന്നായിട്ടുണ്ടായിരുന്നു. ഇന്ന് മദ്രസകളുടെ അവസ്ഥ എന്താ? ഇവിടെ എങ്ങനെയെന്ന് എനിക്കറിഞ്ഞൂടാ. പല പ്രദേശത്തും 1 മണിക്കൂർ കഷ്ടി, അല്ലെങ്കിൽ ആഴ്ചയിൽ 2 ദിവസം, അല്ലെങ്കിൽ ഏതാനും മണിക്കൂറുകൾ മാത്രം. അത് വെട്ടി ചുരുക്കി മദ്രസ എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ നിലയിലായിരിക്കുന്നു. അപ്പോൾ ദീന് പഠിക്കാനുള്ള ഒരു അവസരമാണ് ഷബാബും പുടവയുമൊക്കെ. അതിൻ്റെ വരിക്കാരാവണം എന്നാണ് എനിക്ക് വളരെ ഗൗരവത്തോടുകൂടെ ആവർത്തിച്ചുകൊണ്ട് പറയുവാനുള്ളത്, ഉണർത്തുവാനുള്ളത്. വായന എന്ന് പറയുന്നത് മരിച്ചു എന്ന് പലരും പറയാറില്ലേ? ഒരു മുസൽമാന് അങ്ങനെ വായന അവസാനിപ്പിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അള്ളാഹുവിൻ്റെ കലാം പരിശുദ്ധ ഖുർആൻ, അതിൻ്റെ 1-ാമത്തെ ആയത്ത് എന്തായിരുന്നു അവതരിച്ചത്? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൃഷ്ടിച്ചവനായ നിന്റെ നാഥന്റെ നാമത്തിൽ നീ വായിക്കുക എന്നുള്ളതാണ്. അള്ളാഹിൻ്റെ 1-ാമത്തെ കൽപ്പനയാണ്. എന്നിട്ട് നമ്മൾ തന്നെ ഇതൊന്നും വായിച്ചില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? റബ്ബിനോട് നമുക്ക് എന്തൊരു സ്നേഹമാണ്. റബ്ബിൻ്റെ കൽപ്പനക്ക് എന്ത് വിലയാണ് നമ്മൾ കൽപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരു ദിവസം ഒരല്പസമയം വായനക്ക് മാറ്റിവെക്കുക. പ്രത്യേകിച്ച് ദീൻ അറിയാൻ വേണ്ടി, അതും കറകളഞ്ഞ ദീനിൻ്റെ സന്ദേശം മനസ്സിലാക്കാൻ ഷബാബും പുടവയും ഒക്കെ വായിച്ച്, നമ്മൾ മാത്രം വായിക്കല്ല, നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ. അങ്ങനെയാണ് മക്കൾ. നിങ്ങൾ നോക്കൂ, നിങ്ങൾക്കറിയുമോ പ്രിയമുള്ളവരെ, എൻ്റെ മകൻ പറയാൻ, അവൻ 20 വയസ്സ് മാത്രമേ പ്രായമായിട്ടുള്ളൂ. അവൻ്റെ കൂടെ 10ാം ക്ലാസ്സിൽ അവിടുത്തെ ഹൈസ്കൂളിൽ പഠിച്ചിരുന്ന ഒരധ്യാപികയുടെ മകൻ കഴിഞ്ഞ ദിവസം MD MA ഉപയോഗിക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്തതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അതാണ് വളരുന്ന തലമുറയുടെ ഒരു ചിത്രം. അപ്പോൾ നമ്മുടെ കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളും ദീനീ ബോധമുള്ള ആളുകളായി വളരുവാൻ ഞാൻ മാത്രം വായിച്ചാൽ പോരാ, നിങ്ങൾ മാത്രം വായിച്ചാൽ പോരാ, നമ്മുടെ ഭാര്യയും മക്കളുമൊക്കെ ഇതൊക്കെ വായിച്ച് കുറേ മതപരമായ അറിവുകൾ നേടുന്ന ഒരവസ്ഥയുണ്ടാകണം. അത് മാത്രമല്ല, ഖുർആൻ ലേണിംഗ് സ്കൂൾ, ഞാൻ അറിയാൻ കഴിഞ്ഞത് ഇവിടെയുള്ള ഖുർആൻ ലേണിംഗ് സ്കൂളിൽ
ഒരുപാട് സഹോദരിമാരുണ്ടെന്നാണ്. പുരുഷന്മാരുടെ പങ്കാളിത്തം കുറവാണെന്നാണ്. നിങ്ങൾ ആക്ഷേപിക്കുകയല്ല, അള്ളാഹുവിൻ്റെ ഖുർആനിൻ്റെ വചനത്തിൻ്റെ ആ അർത്ഥമൊന്ന് കേൾക്കാൻ, അർത്ഥമൊന്ന് മനസ്സിലാക്കാൻ ആഴ്ചയിൽ 1 മണിക്കൂർ നമ്മൾ സമയം ചെലവാക്കിയിട്ടില്ല എങ്കിൽ അത് വലിയ നഷ്ടമായിരിക്കും. പ്രിയമുള്ളവരെ, ഒന്നവിടെ ചെന്നിരുന്നൊന്ന് കേൾക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. നമ്മളൊക്കെ ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായിക്കൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ്. പക്ഷേ മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞിട്ടുള്ളത്? അഅമാറു ഉമ്മത്തി മാ ബൈന 60 വ 70. എൻ്റെ സമുദായത്തിൻ്റെ ആയുസ് എന്ന് പറയുന്നത് 60-ന്റെയും 70-ന്റെയും ഇടയിലാണെന്നാണ്. ആരും അധികകാലം ഈ ദുനിയാവിൽ ജീവിച്ചിരിക്കുകയില്ല. മരണം എപ്പോഴും ഉണ്ടാകാം. അല്ലാഹു തആല നമുക്കൊക്കെ ദീർഘായുസ് മാഫിയത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. പക്ഷേ ആ ഒരു ചിന്താഗതിയോടുകൂടെ, മരണം എപ്പോഴും വരാം എന്നുള്ള ചിന്താഗതിയോടുകൂടെ ഖുർആൻ ലേണിംഗ് സ്കൂളുകളിലൊക്കെ പങ്കെടുത്ത് അള്ളാഹുവിലേക്ക് അടുക്കുക. സഹോദരങ്ങളെ, വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നമ്മുടെ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായിട്ടുള്ള MSM എഡ്യൂകെയർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഭാവന ഇന്ന് സ്വീകരിക്കുകയാണ്. കേരളത്തിലെ എല്ലാ നമ്മുടെ പള്ളികളിലും അങ്ങനെയുള്ള സംഭാവനകൾ ശാഖകൾ തോറും സ്വീകരിക്കുകയാണ്. അതെന്തിനാണെന്നറിയുമോ? പാവപ്പെട്ടവരായിട്ടുള്ള വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ കഴിയാതെ നിരാലംബരായ രക്ഷിതാക്കളെ സങ്കടം കൊണ്ട് കഴിയുന്നുണ്ട്. അപ്പോൾ മിടുക്കന്മാരായിട്ടുള്ള വിദ്യാർത്ഥിനികൾക്ക് സഹായം നൽകുന്നതിന് വേണ്ടിയാണ് ആ ഒരു സംഭാവന സ്വീകരിക്കുന്നത്. അപ്പം അതിലേക്ക് ഇന്ന് നിങ്ങൾ ആ സംഭാവനയുമായി കൊണ്ട് നല്ല രൂപത്തിൽ സഹകരിക്കണമെന്ന് ഉണർത്തുകയാണ്. സത്യത്തിൽ ഇന്ന് നമ്മുടെ KNM സംസ്ഥാന പള്ളി നിർമ്മാണ ഫണ്ട് നടക്കേണ്ടുന്ന ദിവസമായിരുന്നു. പക്ഷേ MSMകാരുടെ ആ ഒരു എഡ്യൂകെയർ കളക്ഷൻ ഉള്ളത് കൊണ്ട് പള്ളി ഈ നിർമ്മാണ ഫണ്ടിലേക്ക്, ജീവകാരുണ്യ പ്രവർത്തനത്തിലേക്കുള്ള ആ ഒരു കളക്ഷൻ, ആ ഒരു സംഭാവന സ്വീകരിക്കൽ ഇൻഷാ അല്ലാഹ് അടുത്തയാഴ്ചയായിരിക്കും എന്നുകൂടെ ഉണർത്തുകയാണ്. പ്രിയമുള്ളവരെ, പ്രത്യേകിച്ച് നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള 2-3 ആളുകൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. ഒന്ന്, ഈ പള്ളിയുമായി നിരന്തരം ബന്ധം കാത്തുസൂക്ഷിച്ച, 24 മണിക്കൂറും ഇവിടെ ഉണ്ടാകും എന്ന് തന്നെ വിശേഷിപ്പിക്കപ്പെട്ട, അത്രമാത്രം പള്ളിയുമായിട്ട് ആത്മബന്ധം കാത്തുസൂക്ഷിച്ച ബാബക്കുട്ടിക്ക എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ മരണപ്പെട്ടു പോയി. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സുഹറ എന്ന് പറയുന്ന ഒരു സഹോദരി, അതുപോലെ കുറുപ്പാക്ക വീട്ടിൽ കുഞ്ഞായിഷ എന്ന് പറയുന്ന ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അർഹമുറാഹിമിനായ നാഥ, രാജസയ്യിദായ നാഥ, നിന്റെ റഹ്മത്ത് കൊണ്ട് അവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന്, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് ഈമാനോടുകൂടെ മരണപ്പെട്ടു പോയിട്ടുള്ള എല്ലാ സഹോദരങ്ങൾക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്നുള്ള ആ മഹനീയമായ വിശ്വാസം നെഞ്ചേറ്റി ഈ ലോകത്ത് നിന്നുകൊണ്ട് ഈമാനോടുകൂടെ മരണപ്പെട്ടു പോയിട്ടുള്ള എല്ലാ സഹോദരങ്ങൾക്കും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ. അവരുടെ ഖബറിട നീ വെളിച്ചം കൊണ്ട് പ്രകാശപൂരിതമാക്കി അനുഗ്രഹിക്കണമേ നാഥ. അല്ലാഹുവേ, അവരെയും ഞങ്ങളെയും നീ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കണമേ. അല്ലാഹുവേ, രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ ശിഫയും സമാധാനവും നൽകണമേ നാഥ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാളിയൽ ഹാജാത്ത്. اللهم اغفر لآبائنا ولأمهاتنا ولأزواجنا ولإخواننا ولأخواتنا يا رب العالمين ولجميع المسلمين والمسلمات يا أرحم الراحمين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءك أعداء الدين. اللهم انصر إخواننا المسلمين في فلسطين. اللهم طهر قلوبنا من الكفر والنفاق والرياء يا رب العالمين.
ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا اغفر لنا ذنوبنا وإسرافنا في أمرنا وثبت أقدامنا وانصرنا على القوم الكافرين ربنا عليك توكلنا وإليك أنبنا وإليك المصير اللهم رب ارحم والدينا كما ربونا صغارا صلى الله وسلم على نبينا محمد والحمد لله رب العالمين.